And when the centurion which stood over against him saw that he so cried out and gave up the ghost, he said, Truly this man was the Son of God. Mark chapter 15 verse 39. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ ദൈവപുത്രനാണ് എന്ന് എത്ര പേർക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചു? ഒരുപക്ഷെ വളരെയധികം പേർക്കൊന്നും ആ വലിയ സത്യം തിരിച്ചറിയാനായിട്ട് സാധിച്ചിട്ടില്ല. ഈശോ അത്ഭുതം പ്രവർത്തിച്ച ഇടങ്ങളിലും ഈശോ സാക്ഷ്യം നൽകിയ മനുഷ്യരുടെ ഇടയിലും താൻ ദൈവപുത്രനാണെന്ന് വിശ്വസിച്ചവർ തുലോം കുറവായിരുന്നു. ആർക്ക് വേണ്ടിയിട്ടാണോ ഭൂമിയിൽ അവതരിച്ചത് അവരാൽ തന്നെ തിരസ്കരിക്കപ്പെട്ട് അവർക്ക് വേണ്ടി കുരിശിലെ പാടുപിഴകളേറ്റ് പിടഞ്ഞു മരിക്കുമ്പോൾ ഒരാൾ വിളിച്ചു പറയുകയാണ്, ഇവൻ സത്യമായും ദൈവപുത്രനായിരുന്നു. ശതാധിപനാണ് ആ വലിയ സത്യം ഏറ്റുപറയാനായിട്ട് വലിയ ഭാഗ്യമുണ്ടായത്. തനിക്ക് വരാൻ സാധ്യതയുള്ള നഷ്ടങ്ങളെക്കുറിച്ചോ താനത് വിളിച്ചു പറഞ്ഞാൽ തനിക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ലാഭങ്ങളെക്കുറിച്ചോ ശതാധിപൻ ചിന്തിക്കുന്നില്ല. ആ നിമിഷത്തിൽ അവൻ ആ വലിയ സത്യം തിരിച്ചറിയുന്നു, അത് പ്രഘോഷിക്കുന്നു. ഈ മനുഷ്യൻ സത്യമായും ദൈവപുത്രനായിരുന്നു. പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നാണ് പലപ്പോഴും സത്യത്തിൻ്റെ മാറ്റുരച്ച് നോക്കുന്ന അനുഭവങ്ങളുണ്ടാകുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചവരോ നമ്മൾ ആഗ്രഹിച്ചവരോ നമ്മളെക്കുറിച്ചുള്ള സത്യങ്ങൾ ഏറ്റുപറയണമെന്നില്ല. ഈശോയുടെ കാര്യം അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാര്യം അതിലും മോശമായിരിക്കും. പക്ഷേ സത്യം എന്നും നിലനിൽക്കുമെന്നുള്ള വലിയ ബോധ്യം, വലിയ അറിവ് ഈ ശതാധിപൻ നമ്മുടെ മുമ്പിലോട്ട് വയ്ക്കുന്നുണ്ട്. ഈ നോമ്പുകാലം നമ്മോട് രണ്ട് കാര്യങ്ങളാണ് ആവശ്യപ്പെടുക. ആദ്യത്തേത്, നമ്മൾ ചെയ്യുന്ന സത്യം എന്നും നിലനിൽക്കുന്നു എന്നുള്ളതും അത് എവിടെയെങ്കിലുമൊക്കെ പ്രഘോഷിക്കപ്പെടും എന്നുള്ളതുമാണ്. രണ്ടാമത്തേത്, എവിടെയായിരുന്നാലും എങ്ങനെയായിരുന്നാലും ലാഭമോ നഷ്ടമോ നോക്കാതെ സത്യം തിരിച്ചറിയാനും അത് പ്രഘോഷിക്കാനുമുള്ള ആർജവം ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ നോമ്പുകാലം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കുവാൻ, സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ, സത്യം കാണുമ്പോൾ അത് സത്യമാണെന്ന് തിരിച്ചറിയാനും അതിന് സാക്ഷി നൽകാനും നമുക്ക് സാധിക്കട്ടെ. ഈശോ മിശിഹായെ ഞങ്ങളങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. He said, Truly this man was the Son of God. Mark chapter 15 verse 39.